മുസ്ലിം ലീഗിന്റെ അഭിപ്രായം കൂടി തേടിയ ശേഷമായിരിക്കും UDF മുഖ്യമന്ത്രിയെ തീരുമാനിക്കുകയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ. PK കുഞ്ഞാലിക്കുട്ടിക്ക് മന്ത്രിസഭയിൽ നല്ല ഒരു സ്ഥാനമുണ്ടാകും. ലീഗ് പ്രത്യേകിച്ചൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല എന്നും സാദിഖ് അലി തങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞു. ജംഷീർ കൊടിഞ്ഞി കൂടുതൽ വിവരങ്ങളുമായി. ജംഷീർ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമ്പോൾ പാർട്ടിയോടുകൂടി ആലോചിക്കുമെന്ന് പറയുക വഴി അതിനകത്ത് ഞങ്ങൾക്കൊരു അഭിപ്രായമുണ്ട് എന്ന് പറയാതെ പറയുകയാണോ സാദിഖ് അലി തങ്ങൾ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ഒരു നല്ല സ്ഥാനം ഉണ്ടാകുമെന്ന് പറയുന്നു. കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ പേര് മാത്രമാണ് അദ്ദേഹം എടുത്തു പറഞ്ഞതെന്ന് ഓർക്കുക. എന്ന് വെച്ചാൽ ലീഗ് ഒരു ഉപമുഖ്യമന്ത്രി പദം ആഗ്രഹിക്കുന്നുണ്ട്, അത് ഡിമാൻഡ് ചെയ്യാൻ പോവുകയാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? മുഖ്യമന്ത്രി ഇന്നയാളാവണം, ഒപ്പം ഞങ്ങൾക്ക് ഉപമുഖ്യമന്ത്രിയും വേണം എന്ന പൊസിഷനിൽ ലീഗ് നിൽക്കുന്നു എന്ന് വിചാരിക്കാമോ ഇപ്പോൾ? നിഷാദ്, തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ഘട്ടം, അതായത് മുസ്ലിം ലീഗ് പരസ്യമായി ഇത്തരത്തിൽ ആവശ്യപ്പെടുന്നില്ല എന്ന് പറയുമ്പോഴും മുസ്ലിം ലീഗിന് ചില അഭിപ്രായങ്ങൾ ഉണ്ട്, ഇന്ന കാര്യത്തിൽ ചില അഭിപ്രായങ്ങൾ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. അതോടൊപ്പം തന്നെ PM ഇസ്ലാം ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, അതായത് രണ്ടാം സ്ഥാനത്ത് മുഖ്യമന്ത്രിക്ക് തൊട്ട് അടുത്തുള്ള രണ്ടാം സ്ഥാനക്കാരനായി PK കുഞ്ഞാലിക്കുട്ടി വേണം എന്നുള്ളൊരു ആവശ്യം മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഞങ്ങളത് കോൺഗ്രസിനോട് കൃത്യമായി അത് ആവശ്യപ്പെടില്ല എന്ന് പറയുമ്പോൾ കോൺഗ്രസ് അത് കണ്ടറിഞ്ഞ് ചെയ്യും, അല്ലെങ്കിൽ ചെയ്യണം എന്നുള്ള ഒരു നിലപാട് മുസ്ലിം ലീഗിന് ഉണ്ട് എന്ന് തന്നെയാണ് ഇക്കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് മുസ്ലിം ലീഗ് കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനം ചർച്ച ചെയ്യുമ്പോൾ അത് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുമായി കൃത്യമായി ആലോചിച്ച് തന്നെയായിരിക്കും അതിനകത്തൊരു തീരുമാനം ഉണ്ടാക്കുക എന്ന് പറയുന്നു. അപ്പോൾ ഒരു പക്ഷേ മുസ്ലിം ലീഗിന്റെ അതായ അഭിപ്രായങ്ങൾ അതിനകത്ത് പറയും എന്നുള്ളതും, അതോടൊപ്പം തന്നെ ഈ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇത്തരത്തിലുള്ള മന്ത്രിസഭയിലെ രണ്ടാം സ്ഥാനം അത് തങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് എന്നത് കൃത്യമായി തന്നെ മുസ്ലിം ലീഗ് നേതൃത്വം പറഞ്ഞു വെക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഈ സാദിഖ് അലി തങ്ങളുടെ പ്രതികരണത്തിൽ നിന്നും അതോടൊപ്പം തന്നെ PM ഇസ്ലാം ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണത്തിൽ മനസ്സിലാകുന്ന. നേരത്തെ തന്നെ മുസ്ലിം ലീഗിനകത്ത് അത്തരത്തിലുള്ള ആവശ്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ഈ റിസൾട്ട് വന്ന ഉടൻ തന്നെ PM ഇസ്ലാം തന്റെ ഫേസ്ബുക്ക് പേജിൽ 2-ാം നമ്പർ കാറ് മുസ്ലിം ലീഗിന്റെ ഓഫീസിന് മുന്നിൽ നിൽക്കുന്നതായിട്ടുള്ള ചിത്രം ഉൾപ്പെടെ പങ്കുവച്ചിരുന്നത് കൃത്യമായ ഒരു സൂചന തന്നെയാണ് അത് നൽകുന്നത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അത് അറിയിക്കുന്നുണ്ട് എന്നുള്ളത് മുസ്ലിം ലീഗ് നേതൃത്വം പറയുന്നുണ്ട്. സാദിഖ് അലി തങ്ങളുമായി നേരത്തെ നമ്മൾ നടത്തിയ ബൈറ്റിൽ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, അറിയിക്കുന്നുണ്ട്, മുസ്ലിം ലീഗിന് കൃത്യമായി ഈ പൊസിഷൻ അറിയിക്കുന്നുണ്ട്. അത് മുസ്ലിം ലീഗ് കണ്ടറിഞ്ഞ് UDF തരും എന്നുള്ളത് തന്നെയാണ്, അത് നൽകണം എന്നുള്ള സൂചന തന്നെയാണ് ഇപ്പോൾ പാണക്കാട് നിന്ന് സാദിഖ് അലി തങ്ങളുടെ ബൈറ്റിൽ നിന്ന് അതോടൊപ്പം തന്നെ PM ഇസ്ലാമിന്റെ ബൈറ്റിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, ജംഷീറാണ് വിവരങ്ങൾ നൽകിയത്. മുസ്ലിം ലീഗ് എന്തൊക്കെ ആവശ്യപ്പെടാൻ പോകുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും, അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് എന്ത് കിട്ടാൻ പോകുന്നു എന്നത് പ്രധാനപ്പെട്ടതായിരിക്കും UDFന്റെ മന്ത്രിസഭാ രൂപീകരണത്തിൽ എന്ന് കാണാം.